അഡ്വക്കേറ്റ് ബൈജു നോയൽ ഇന്ന് ഒരു പിടി ചോദ്യങ്ങൾ കേരള ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഒരു തട്ടുകടക്കാരൻ, ഒരു ചായക്കടക്കാരൻ റോഡ് ഇത്തിരി കയ്യേറിയാൽ അപ്പോൾ ഒഴിപ്പിക്കും. ഇത് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്, പോലീസ് സ്റ്റേഷന് നേരെ മുമ്പിലാണ്, കോടതിയുടെയും മുമ്പിലാണ്. കോടതിയുടെയും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കോടതി സമുച്ചയത്തിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും മുമ്പിൽ മണിക്കൂറുകളോളം ഒരു പകൽ മുഴുവൻ എന്ന് പറയുമ്പോൾ പകൽ കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല, ആ രാത്രിയും ഒരു പകലും രാത്രിയും മുഴുവനായിട്ട് ഗതാഗതം സ്തംഭിപ്പിക്കുകയാണ് പോലീസ്. എന്നിട്ട് ഈ വണ്ടിയൊക്കെ തിരിച്ചു വിടാൻ വേണ്ടി അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ല. സ്റ്റേജ് പൊളിക്കാത്തത് എന്താണ് നിങ്ങൾ എന്ന് ഇന്ന് പോലീസിനോട് കോടതി ചോദിക്കുന്നു. ഞങ്ങൾ ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്തില്ല എന്ന് പോലീസ് മറുപടി പറയുന്നു. ഇതിപ്പോൾ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ സമ്മേളനം അല്ലായിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് നമുക്കെല്ലാം തോന്നുന്ന വിധത്തിലായില്ലേ പോലീസിന്റെ നടപടി? തീർച്ചയായും നമ്മൾ നിരവധി സമരങ്ങൾ കണ്ടിട്ടുള്ള സംസ്ഥാനമാണ്, നിരവധി സത്യാഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ അധസ്ഥിതർക്ക്, പിന്നോക്കക്കാർക്ക് ഒക്കെ സഞ്ചരിക്കുന്നതിന്, പൊതുവഴികളിൽ പൊതു ഇടങ്ങളിലൊക്കെ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ നടത്തി ആണ് വാസ്തവത്തിൽ നമ്മൾ ഇത്തരം അവകാശങ്ങളൊക്കെ നേടിയെടുത്തതും. പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് നമ്മുടെ ഭരണഘടന വലിയ ഭരണഘടനാ അവകാശമായി നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതും. വാസ്തവത്തിൽ അന്നത്തെ മാടമ്പിമാർക്കെതിരെ നമ്മൾ ഈ സമരമൊക്കെ നടത്തി നേടിയെടുത്തു എങ്കിലും ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടി തന്നെ ആ മാടമ്പിയുടെ സ്വഭാവം കാണിക്കുകയും അധസ്ഥിതരെയും പിന്നോക്കക്കാരെയും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പൊതുഗതാഗതവും പൊതുവഴിയുമാണ് വാസ്തവത്തിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതികൾക്ക് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ഭരണഘടനാ അവകാശങ്ങൾക്ക് മുകളിലുള്ള ലംഘനങ്ങൾക്കെതിരായിട്ട് ഇത്തരം ശാസനാപൂർവമായ നടപടിക്രമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസുകളും ഒക്കെ പുറപ്പെടുവിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, നേരത്തെ 2010 ഒക്കെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ ഗൈഡ് ലൈൻസ് ഒക്കെ കേരള ഗവൺമെന്റ് അനുസരിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ റൂളിംഗ് പാർട്ടി അനുസരിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇല്ലാതെ പോകുമായിരുന്നു. നമുക്ക് നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. കേരള പൊതുപാതകൾ സംഘം ചേരലിനും ജാഥകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തൽ ആക്ട് ഉണ്ട് 2011. അതിലെ സെക്ഷൻ 5 പ്രകാരം പ്രയർ സാങ്ഷൻ വാങ്ങിക്കണം. ഇവിടെ പ്രയർ സാങ്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ സമ്മേളനമാണ്, നേരത്തെ തീരുമാനിച്ചതാണ്, നേരത്തെ ചോക്കൗട്ട് ചെയ്ത പ്രോഗ്രാമുകളാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം പോലും നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റേജ്, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, ഈ സ്റ്റേജ് കെട്ടാനെടുത്ത സമയം, അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയ സമയം, ഈ സമയം ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് വാസ്തവത്തിൽ പോലീസ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പൊളിറ്റിക്കൽ മാസ്റ്ററിന് വേണ്ടി ഇവിടെ ഒരു ടൂളായിട്ട് നമ്മുടെ പോലീസ് ആക്ട് ചെയ്യുകയാണ്. വാസ്തവത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം പോലെയുള്ള സംസ്ഥാനങ്ങളിലല്ലാതെ മറ്റെവിടെയും കാണാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയമപ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസിനകത്ത് തന്നെ ഇത്തരം സമ്മേളനങ്ങൾ തടസ്സപ്പെടുത്തണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നതിന് മുൻകൂട്ടി സാങ്ഷൻ വാങ്ങിക്കുക, നടത്താൻ പറ്റുന്ന പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളുടെ ഗ്രൗണ്ടുകളിലൊക്കെ ഇത്തരം പരിപാടികളും അല്ലെങ്കിൽ ഈ സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി ഈ പൊതു വഴികളും പൊതു ഇടങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ ഒരു ദൗർഭാഗ്യകരമായ സംഗതിയാണ്. കാരണം പൊതുജനങ്ങളും സാധാരണക്കാരും അവരുടെ നിത്യജീവിതത്തിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വാസ്തവത്തിൽ എത്തിച്ചേരേണ്ടി വരുന്നത് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പാലക്കാട് നടന്ന അനിഷ്ട സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിശ്വസിച്ച് വരുന്ന അണികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇത്തരം പൊതു ഇടങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അവരുടെ ജീവന് പോലും ഹാനി ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇതിനകത്ത് കാണേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് ധാർമ്മികമായി അണികളോടുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വം കൂടെയുണ്ട്. അതുകൊണ്ട് ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്.